ഈ സമയത്ത് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് എനിക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ. ഞാൻ വിചാരിച്ചതുപോലെ, സ്വപ്നം കണ്ടതുപോലെ ഒരു വിവാഹ ജീവിതമല്ല. എനിക്ക് 2 കുട്ടികളുണ്ട്. അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ സ്വപ്നങ്ങൾക്ക് നേർ വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആർജവത്തിൽ ഇരിക്കേണ്ട പ്രായം, അവർക്ക് പോലും ക്ഷീണം സംഭവിക്കാം. വചനം പറയുന്നത് നീ ചിറകടിച്ചുയരണം. പ്രായമുള്ള അമ്മച്ചി ഇങ്ങനെ നോക്കുക, അല്ലേ ഇനി എന്നാ ചിറകടിക്കാനാ? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ല, വിഷമം സഹിക്കാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയാച്ചാ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളില് കർത്താവ് നിന്നെ ക്ഷണിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, ദൈവമേ, ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതെങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈശോ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാണ്, വിശ്രമത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. വിശ്രമം, ആശ്വാസം, സ്വസ്ഥത നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു വചനം സമ്മാനിക്കുക. വളരെ പരിചിതമായൊരു വചനമാണ്. പക്ഷേ ഇത് വായിക്കും തോറും, കേൾക്കും തോറും, ധ്യാനിക്കും തോറും നമ്മുടെ ഉള്ളിൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലാണ് സംഭവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ഉം 29-ഉം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 28 and 29. മത്തായി 11, 28-ഉം 29. ഇത് പറയുമ്പോൾ തന്നെ പലരുടെയും നാവിൻ തുമ്പിൽ ആ വചനം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വസിക്കണം, ഈ സമയത്ത് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് എനിക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ആ വചനം ഒന്ന് നന്നായിട്ടൊന്ന് തുറന്നു വായിച്ച, ബൈബിൾ തുറന്നു വായിച്ച മത്തായി സുവിശേഷം 11 അതിന്റെ 28-ഉം 29-ഉം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കണ്ടോ, ഒന്നാമത്തെ കാര്യം അതാണ്. ഒന്ന് ഏറ്റു പറഞ്ഞേ, അധ്വാനിക്കുന്നവരും. വാ തുറന്നു പറ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഏറ്റു പറഞ്ഞോ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായതുകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയാ. വലതുകരം നന്നായിട്ടൊന്ന് ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ വചന ശുശ്രൂഷ സമയത്ത് നമ്മളോട് പറയുവാണ്, നിനക്ക് ഭാരമുണ്ടല്ലോ, നിനക്ക് സങ്കടമുണ്ടല്ലോ, നിനക്ക് വിഷമമുണ്ടല്ലോ, നീ എൻ്റെ അടുക്കൽ വരിക, നിനക്ക് ആശ്വാസം ലഭിക്കും. എന്ത് കിട്ടും? പറഞ്ഞേ, ആശ്വാസം. നിനക്ക് ആശ്വാസം കിട്ടും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കം ടു മീ. കേട്ടോ, നീ എൻ്റെ അടുക്കൽ വരണം. കം ടു മീ all you that are weary and carrying heavy burdens, and I will give you rest. I will give you rest. എന്ത് തരും? റെസ്റ്റ് തരും, ആശ്വാസം തരും, വിശ്രമം നിനക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അധ്വാനിക്കുന്നവരെ, എന്തോന്ന് വിളി കേക്ക്? അധ്വാനം ഉണ്ടോ? അതേ ഉള്ളൂ. ഭാരം വഹിക്കുന്നവരെ, കേൾക്കാനില്ലല്ലോ. പറഞ്ഞേ, ആരെങ്കിലും വിളിക്കുമ്പോൾ എന്തോ പറയണ്ടേ? വീട്ടിൽ വിളിക്കുമ്പോൾ എന്താ പറയണേ? എന്തോന്ന് കേൾക്കണം അല്ലേ? ഭാരം വഹിക്കുന്നവരെ, കേൾക്കാനില്ല. ഭാരം വഹിക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ,
വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. എന്ത് കിട്ടും? പറ. ആശ്വാസം, റെസ്റ്റ്. ആശ്വാസം കിട്ടുമെന്ന്. ആശ്വാസം കിട്ടും. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നുമല്ല. എന്ത് കിട്ടും? ആശ്വാസം. നമുക്ക് എന്നതാ വേണ്ടത്? ആശ്വാസം. നമുക്ക് വേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, ആശ്വാസം. വചനം പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മാസത്തിന് മുമ്പ് ഇവിടെ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛൻ എന്നെ ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് പലതവണ കണ്ടിട്ടുണ്ടാവും. അപ്പം അച്ഛൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ഞാൻ എന്തിനാണ് ഇവിടെ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ശരിയാണ്, എൻ്റെ ഉള്ളിൽ നാളുകളായിട്ട് ഇത് ചോദിക്കണമെന്ന് കരുതിയതാണ് ചേച്ചി. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തിനാ വരുന്നത്? അച്ഛാ, വേറെ ഒന്നിനുമല്ല, ആശ്വാസം കിട്ടാനാണ് വരുന്നത്. എന്ത് കിട്ടാൻ? ആശ്വാസം കിട്ടാനാണ്. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞതാണ്, അച്ഛാ, എൻ്റെ ജീവിത അനുഭവം വളരെ സങ്കടം നിറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചതുപോലെ, സ്വപ്നം കണ്ടതുപോലെ ഒരു വിവാഹ ജീവിതമല്ല. എനിക്ക് 2 കുട്ടികളുണ്ട്. അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ സ്വപ്നങ്ങൾക്ക് നേർവിപരീതം. ഞാൻ വല്ലാണ്ട് ഞെരുങ്ങുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. അച്ഛാ, ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ചില കഷ്ടതകളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഭാരം. മക്കൾ വളർന്നുകൊണ്ടിരിക്കുക, കോളേജ് പഠനത്തിലോട്ടൊക്കെ എത്തിയച്ചാ, പക്ഷേ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വീട്ടിലുണ്ട്. പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം വല്ലാത്ത ഭാരം. ഞാൻ ഈ പോട്ടാശ്രമത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്തിനെന്നറിയോ? അച്ഛാ, ഇതാണ് എൻ്റെ ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ ഭാരവും പിടിച്ച് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി, അവിടുന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ എത്തി ഈ പോട്ടാശ്രമത്തിൽ വന്നിരുന്ന് ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് പോകുമ്പോൾ വല്ലാത്ത ഒരു ആശ്വാസം. എന്താണ് ആശ്വാസം? ഇതൊരു സ്ത്രീയുടെ മാത്രം അനുഭവമല്ല, മറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങളുടെ അവസ്ഥയാണ് വലിയ ഒരു ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ക്ഷണിക്കുന്നത്, നിന്നെ വിളിക്കുന്നത് എന്തിനെന്നറിയോ? നിനക്ക് ഭാരം ഇറക്കി വയ്ക്കാൻ, സ്വസ്ഥത ലഭിക്കാൻ, ആശ്വാസം കിട്ടാനുള്ള ഒരു വഴി തുറന്നു തരികയാണ്. ആശ്വാസം വേണോ? പറയൂ. വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ ഭാരം, നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട്, അധ്വാനം നീ ഇതാ ഈ അൾത്താരയിൽ ഇറക്കി വെക്കണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. സങ്കീർത്തനം 55 വചനം 22. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55 വേഴ്സ് 22. അറിയാമായിരിക്കും. വചനം കേട്ടോളൂ, ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞോണം. അഭിഷേകത്തിന്റെ വചനമാണ്. സങ്കീർത്തനം 55 വചനം 22. വായിച്ചേ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. കണ്ടോ? നിന്റെ ഭാരം ആരെ ഏൽപ്പിക്കണം? ഒച്ചത്തി പറയേച്ചി. ഭർത്താവിനെ അല്ല. ആ ഭാരം ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. കുറെ നാളായല്ലോ പുറകെ നടക്കുന്ന, ഒരു രക്ഷയില്ല. ആരെ ഏൽപ്പിക്കണം? കർത്താവിനെ ഏൽപ്പിക്കണം. ഭർത്താവിനെ അല്ല, കർത്താവിനെ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കും, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കണം. കുറെ നാളായാലും ഇതും ചുമന്നുകൊണ്ട് നടക്കുന്നു. എന്തെല്ലാം ഭാരങ്ങളാണ്. തോളത്ത് ഭാരമാണ്. ചുമ്മാതല്ല ചിലർ കൂനിക്കൂടി നടക്കുന്നത്. കാരണം എന്താ? ഈ തോളത്ത് ഇതെല്ലാം വെച്ചുകൊണ്ട് നടക്കും. അച്ഛൻ ഇത് വല്ലോ മനസ്സിലാവുമോ? എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ, സാമ്പത്തിക കടബാധ്യത, ഇതെല്ലാം ചുമന്നുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിയെ, ഇത് നിനക്കുള്ള സുവിശേഷ ദൂതാണ്. ഇത് നിനക്ക് വേണ്ടിയാണ് കർത്താവ് പറയുന്നത്. ഭാരം വഹിച്ച് വിഷമിച്ചിരിക്കുവല്ലേ? സങ്കീർത്തനം 55:22 പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. എന്നിട്ട് എന്താ സങ്കീർത്തകൻ പറയുന്നത്? അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും.
ദാവീദാ പറയണേ. ജീവിതത്തിൽ അത്രമേൽ ഭാരപ്പെട്ട ഒരു മനുഷ്യനാ പറയണേ, അല്ലാതെ ആകാശത്തുനിന്ന് എടുത്ത ആശയമല്ല. ശ്രദ്ധിച്ചു പഠിച്ചോണം. നിങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കരുത് ഇതൊക്കെ ഈ കല്യാണം കഴിക്കാത്തവരും കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അറിയാത്തവരും ഒക്കെ എവിടുന്നോ എഴുതി വെച്ചതല്ലെന്ന്. ജീവിതത്തിൽ അങ്ങേയറ്റം വിഷമിച്ച ഒരു മനുഷ്യൻ പറയുക, നിന്റെ ഭാരം നീ കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കില്ല. നീ കുലുങ്ങാൻ, നീ തളർന്നു പോകാൻ, നീ പെട്ടുപോകാൻ നിന്റെ കർത്താവ് അനുവദിക്കില്ല. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറ ആമേൻ. പോരാ, വിശ്വസിക്കുന്ന രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, വിശ്വസിച്ച് പറഞ്ഞേ. അത് സംഭവിക്കണമെന്ന്, അത് ഏറ്റെടുക്കണം. യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 29, 30, 31. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40, 40-ാം അധ്യായം വേഴ്സ് 29, 30, 31. 40-ാം അധ്യായം 29. നല്ല വചനാണ്, നല്ല വചന, വായിച്ചോണം. 40-ാം അധ്യായം അതിന്റെ 29, 30, 31. 29-ാം വചനം വായിച്ചേ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. തളർന്നവന് അവിടുന്ന് എന്ത് നൽകും? ബലം നൽകും. ബലം. തളർന്നവന് ബലം നൽകും. അടുത്തത് ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. കണ്ടോ, തളർന്നവൻ എന്ത് കിട്ടും? ബലം. ദുർബലൻ എന്ത് കിട്ടും? ശക്തി. നമുക്ക് വേണം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെ, നീ തളർന്ന വ്യക്തിയാണോ, ദുർബലമായ ഏതെങ്കിലും ഒരു അവസ്ഥയിലാണോ? നിനക്ക് വേണ്ടത് ബലം, ശക്തി വേണം. ഇതാ വചനം നിന്നോട് പറയാണ്, നിന്റെ തളർന്ന അവസ്ഥയിൽ, ദുർബലമായ അവസ്ഥയിൽ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ പറ ആമേൻ, ആമേൻ. 30-ാം വചനം വായിച്ചേ. 30 വായിച്ചേ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. കണ്ടോ, യുവാക്കൾ എന്ന് പറഞ്ഞാൽ യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആർജവത്തിൽ ഇരിക്കേണ്ട പ്രായം. അവർക്ക് പോലും ക്ഷീണം സംഭവിക്കാം. വചനം പറയുന്നത് യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. അടുത്ത കേട്ടെ. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. നീ തളർന്നു പോകാം, ശക്തിയേറ്റു പോകാം. എന്നാൽ അടുത്ത വചനം വായിച്ചു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് മനുഷ്യ സഹജമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യൗവന കാലഘട്ടം, ചെറുപ്പമെന്ന് പറയുമ്പോൾ നല്ല ഊർജ്ജസ്വലമായിട്ടിരിക്കേണ്ട പ്രായത്തിൽ, ആ പ്രായത്തിൽ പോലും, അതായത് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് നീ കരുതുന്ന പ്രായത്തിൽ പോലും നീ തളർന്നു പോയേക്കാം, നീ വീണേക്കാം. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വചനം നൽകുന്നു, വീണ്ടും ശക്തി പ്രാപിക്കും. നീ ഇപ്പൊ ചിലപ്പോൾ ക്ഷീണിച്ചായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നീ വീണ്ടും ശക്തി പ്രാപിക്കും. എന്നിട്ട് വചനം പറയുന്നു, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കൈകളും ഇങ്ങനെ തുറന്നു പിടിച്ച രണ്ട് കൈകളും തുറന്നല്ല, ഇങ്ങനെ പക്ഷിയൊക്കെ ചിറകിങ്ങനെ വിരുത്തിയ പോലെ, എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്നടിച്ച് അമ്പട കൊള്ളാം, ചിറകടിച്ച് നമ്മൾ ഉയരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയൊന്നും പൊക്കാൻ മേലല്ലേ? പൊക്കാൻ പറ്റും ചേച്ചി. കർത്താവ് ബലം നൽകും. വിശ്വസിച്ചോ? കഴുകന്മാരെ പോലെ നമ്മൾ ചിറകടിച്ച് പറന്നുയരും. വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓട്ടമുണ്ട് കേട്ടോ, ഓട്ടമുണ്ട്, പക്ഷേ ക്ഷീണിക്കുകയില്ല. നടക്കണം, നടപ്പുണ്ട്, പക്ഷെ നീ വീണു പോകത്തില്ല. ഓട്ടമില്ലെന്നല്ല, ഓട്ടം ഉണ്ടെന്ന്. ഭാരം ഇനി നിനക്കുണ്ടാവില്ല എന്നല്ല, ഭാരമുണ്ട്, പക്ഷേ നിനക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും.
ഈ ഭാരം വഹിക്കാനുള്ള കരുത്ത് കിട്ടും, നിനക്ക് ശക്തി കിട്ടും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വർഗം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നീ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കണം, ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തളർന്നു കിടക്കാൻ, മരവിച്ച് കിടക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. മറിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ നിനക്ക് കർത്താവ് ബലം നൽകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അടുത്തിരിക്കുന്ന ആളോട് പറ, നീ ചിറകടിച്ചുയരണം. നീ ചിറകടിച്ചുയരണം. പറഞ്ഞു കൊടുത്തേ, ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ. അതിന് മനസ്സിലായില്ല, ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ. നീ ചിറകടിച്ചുയരണം. പ്രായമുള്ള അമ്മച്ചി ഇങ്ങനെ നോക്കുവാ എന്നെ, ഇനി എന്നാ ചിറകടിക്കാനാ? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ല, വിഷമം സഹിക്കാൻ പറ്റണില്ല, പിന്നെ എങ്ങനെയാച്ചാ? എൻ്റെ സഹോദരി, അമ്മച്ചി, ദേ ഈ വചനം അങ്ങോട്ട് വിശ്വസിച്ചോ. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ കഴുകന്മാരെന്ന് പറയുന്നത് ഒരു പ്രയോഗമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാവുന്ന മറ്റൊരു വചനം പറയാം. അത് സങ്കീർത്തന പുസ്തകം 103:5, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 103 വേഴ്സ് 5. സങ്കീർത്തനം 103:5 ഒരു വചനമുണ്ട്. അത് കഴുകന്മാരെ പോലെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. വായിച്ചേ, സങ്കീർത്തനം 103 വചനം 5. നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. അതായത് കഴുകന്മാരെ പോലെ. മറ്റൊരു വചനം വായിച്ചാലോ, നല്ലൊരു വചനമുണ്ട്. അത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാം തിരുവചനമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 4. പുറപ്പാട് പുസ്തകം 19:4. ഈജിപ്തുകാരോട് വായിച്ചോ. ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കഴുകന്മാര് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ഉദ്ദേശിക്കുന്നത് വീണ്ടും നിനക്ക് ശക്തി ലഭിക്കുന്ന ഒരു ഇമേജ് നിന്റെ മുമ്പിലേക്ക് നൽകുകയാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും ഈ കഴുകന്റെ ജീവിതത്തെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ആക്ച്വലി അത് ശാസ്ത്രീയമല്ല, പക്ഷേ ഈ ഒരു വിഷയം പലപ്പോഴും മനസ്സിലാക്കുന്നതിന് വേണ്ടി കേട്ടിട്ടുള്ള ഒരു കഥ. അതായത് പ്രസംഗ രൂപത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കഥാ തന്തു ഇങ്ങനെയുണ്ട്. അതായത് ഒരു കഴുകൻ്റെ പ്രായം ഒരു 40 വയസ്സൊക്കെ എത്തുമ്പോൾ കഴുകൻ ക്ഷീണിക്കുമെന്ന് പറയുന്നത്. കഴുകൻ വല്ലാണ്ടാവും. കഴുകൻ്റെ ബലങ്ങൾ 3 മേഖലകളിലാണ്. ഒന്ന് കഴുകൻ്റെ ചുണ്ട്, 2 കഴുകൻ്റെ നഖം, മറ്റ് കഴുകൻ്റെ തൂവലുകൾ. അപ്പോൾ കഴുകന് ബലം കൊടുക്കുന്ന ഈ 3 കാര്യങ്ങളിലും കഴുകന് ബലം നഷ്ടപ്പെടും. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. 40 വയസ്സോ അച്ഛാ, 80 എപ്പോൾ പോകുന്നറിയാൻ മേല. 40 ഒന്നും അല്ല അച്ഛാ. ഇവിടെ ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഭൂരിഭാഗം പേരും 40-നപ്പുറം ഉള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേടിക്കണ്ട, കഴുകനെ കുറിച്ചാണ് പറയണത്. കഴുകൻ, ഈ കഴുകന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ശാസ്ത്രീയമല്ല, പക്ഷേ നമ്മളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു കാര്യം. ഈ കഴുകന്റെ 40 വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് കഴുകന്റെ മുമ്പിൽ വല്ലാത്തൊരവസ്ഥ അങ്ങോട്ട് തിറങ്ങുകയാണ്. കാരണം ഈ ചുണ്ടിൻ്റെ ബലം കുറയും. കഴുകന്റെ ചുണ്ടിൻ്റെ ബലം കുറയും. അതോടൊപ്പം തന്നെ നഖത്തിന് അത്രത്തോളം നാളുണ്ടായിരുന്ന ശക്തി അങ്ങോട്ട് കുറയും. തൂവലുകൾക്ക് ഭാരം കൂടും. പിന്നെ ചിറകടിച്ച് പറന്നുയരാൻ പറ്റാത്ത വണ്ണം ഭാരമാകും. ഇങ്ങനെ എത്തുന്ന ഘട്ടത്തിൽ ഈ കഴുകന്റെ മുമ്പിൽ 2 സാധ്യതകളുണ്ട്. ഒന്ന്, സാവധാനം ശക്തിയേറ്റ് ഈ കഴുകൻ മരണത്തിന് ഇരയാവുക. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് കഴുകന്റെ മുമ്പിൽ വീണ്ടും ശക്തി പ്രാപിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ്. അതിങ്ങനെയാണ്. അപ്രകാരം വേദനാജനകമായ ഒരു മാറ്റത്തിലൂടെ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന കഴുകൻ ഏതെങ്കിലും മലമുകളിലേക്ക് കഷ്ടപ്പെട്ട് പറന്നുയർന്ന് ഏകാന്തതയിൽ പോയി ഇരിക്കും. എന്തിനെന്നറിയോ? അവിടെ ഇരുന്ന് ഈ ചുണ്ട്
ബലം കുറഞ്ഞ ചുണ്ട് ആ പാറയിൽ കൊത്തി 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 ആ ചുണ്ട്, ബലം കുറഞ്ഞ ചുണ്ട് അത് പിഴുതു കളയും. എന്നിട്ട് നാളുകൾ കാത്തിരിക്കും പുതിയൊരു ചുണ്ട് രൂപപ്പെട്ടു വരുന്നത് വരെ. പുതിയൊരു ചുണ്ട് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ആ ചുണ്ട് ഉപയോഗിച്ച് ഈ ചിറകെല്ലാം സാവധാനം അങ്ങ് പിഴുതു കളയാൻ തുടങ്ങും. സ്വന്തം ശരീരത്തിലെ ചിറക് തൂവലുകൾ പിഴുതു കളയുമ്പോൾ അത്രമേൽ വേദന ഏറ്റെടുക്കുന്ന ഒരു കഴുകൻ അവിടെ ഇരുന്ന് സാവധാനം ആ വേദനാജനകമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ആ ചുണ്ടുപയോഗിച്ച് കാൽപാദത്തിലെ നഖം അത് വളഞ്ഞതും അതോടൊപ്പം തന്നെ ബലം കുറഞ്ഞതുമായ നഖത്തെ അതിങ്ങനെ കൊത്തിപ്പെറുക്കി കളയും. നാളുകൾ ഇങ്ങനെ കാത്തിരുന്ന് കഴിയുമ്പോൾ ആ കാത്തിരിപ്പിന്റെ അവസാനം പോലെ വീണ്ടും ചിറക് തൂവലുകൾ സാവധാനം പൊട്ടിമുളച്ച് വളരും. സാവധാനം നഖം ഇങ്ങനെ പൊട്ടിമുളച്ച് വളരും. വീണ്ടും ബലം പ്രാപിക്കും. കഴുകൻ ഇങ്ങനെ വീണ്ടും വർഷങ്ങളോളം അനന്തവിഹായസിൽ ഇങ്ങനെ വീണ്ടും ചിറകടിച്ച് ഇങ്ങനെ ഉയരും. എന്ന് പറഞ്ഞാൽ വേദനാജനകമായ ഒരു ജീവിത തീരുമാനത്തിന്റെ ഭാഗമായി കഴുകൻ വീണ്ടും ചിറകടിച്ചുയരും. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ശാസ്ത്രീയമല്ല, പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും പ്രസംഗത്തിൽ കേട്ടിട്ടുള്ള വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഇങ്ങനെ വേദനാജനകമായ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പ്രചോദനാത്മകമായി നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇന്ന് നീ ക്ഷീണത്തിലാണെങ്കിൽ, ഇന്ന് നിനക്ക് ഭാരം കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന് നീ എവിടെയെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ശാന്തമായിട്ടിരുന്ന് ചില കാര്യങ്ങൾ കൊത്തിപ്പറിക്കാൻ, ചില കാര്യങ്ങൾ വേദനാജനകമായി പിഴുതു കളയാൻ, ജീവിതത്തിൽ ചില ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തൂവലുകൾ കൊത്തിപ്പറിച്ച് കളയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വേദനാജനകമാണ്. നമുക്കതിന് വലിയ താല്പര്യമില്ല. സത്യം അതാണ്. ഞാനൊരു സഹോദരനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം ധ്യാനകേന്ദ്രത്തിലല്ല, ഞാനൊരു പള്ളിപ്പെരുന്നാളിനാണ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ധ്യാനത്തിനൊക്കെ വാ. അപ്പോൾ പുള്ളി പറഞ്ഞു, ധ്യാനകേന്ദ്രമൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ വരികയില്ല. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല, ധ്യാനത്തിന് വന്നാൽ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ശൈലികളൊക്കെ മാറ്റണ്ടേ? ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഉള്ള എൻ്റെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഇച്ചിരി വെള്ളമടി, ഇച്ചിരി ആ കലാപരിപാടി, ഇതൊക്കെ മാറ്റി വയ്ക്കണ്ടേ? അത് പറ്റത്തില്ല. ധ്യാനത്തിന് വരാത്തതിൻ്റെ കാരണം എന്താ? ആ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ സ്വഭാവം മാറേണ്ടി വരുമെന്ന് പേടി കൊണ്ട് ഇയാൾ വരാത്തതാണ്. സത്യം, ഇയാൾ പറഞ്ഞതാ, അച്ഛാ ഞാൻ ധ്യാനത്തിന് വരാത്തതിൻ്റെ കാരണം ഇതാണ്. ഞാനിതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവമൊക്കെ മാറ്റണ്ടേ? നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പരിചയത്തിലുള്ള ചിലരെയൊക്കെ നിങ്ങൾ ധ്യാനത്തിന് ക്ഷണിക്കുമ്പോൾ വരാത്തതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. അതായത് ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറണ്ടേ? അതിന് താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനത്തിന് വരാൻ, സ്വഭാവം മാറാൻ വേദനാജനകമായ കാര്യമാണ്. അതിന് താല്പര്യമില്ല. പള്ളിപ്പെരുന്നാളിലൊക്കെ പൊക്കോളാം, വേറെ കൊച്ചു കൊച്ചു പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്തുകൊള്ളാം. എൻ്റെ പ്രിയരെ, കഴുകൻ ചെയ്തതുപോലെ സ്വയം മാറിയിരിക്കാൻ, ഒറ്റപ്പെടലും വേദനയും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് സ്വയം ശരീരത്തിലെ തൂവലുകളൊക്കെ പിഴുതെറിഞ്ഞ് ആ വേദനാജനകമായൊരു പ്രോസസ് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? വീണ്ടും യൗവനം നിനക്ക് വീണ്ടെടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. സങ്കീർത്തകൻ 103:5 നമ്മളെ പഠിപ്പിച്ചത്, നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ എന്റെ പ്രിയരെ. ഈ വചന ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ഏറ്റു പറഞ്ഞേ. സങ്കീർത്തനം 103:5 നിന്റെ യൗവനം കഴുകന്റേതുപോലെ
നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോ. എന്റെ പ്രിയരെ, ഓരോരുത്തരും ചിന്തിക്കുക. പല വിഷയങ്ങളിലും ഭാരപ്പെട്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ചിറകടിച്ചുയരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാരം കൂടി, തൂവലുകൾക്ക് ഭാരം കൂടി, നടക്കാൻ വയ്യാണ്ടായി, പലതരത്തിൽ ഭാരം, മക്കളെക്കുറിച്ച് ഭാരം, സാമ്പത്തിക ഭാരം, രോഗപീഠ, ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം തീർന്നുവെന്ന ചിന്ത. എന്നാൽ ഇതാ കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം പണിതുയർത്തുന്നു. നീ ഭാരപ്പെടാതെ ജീവിക്കാൻ, നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങളെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയം നാവ് തുറന്ന് വിളിക്കട്ടെ. ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ. നിന്റെ ഭാരമെല്ലാം കർത്താവിന് കൊടുക്കുക, നിന്റെ ഭാരമെല്ലാം കർത്താവിന് കൊടുക്കുക. നിന്റെ മേൽ കർത്താവ് ഇടപെടുന്ന സമയം ഈശോ നിന്നെ ക്ഷണിക്കുന്നു. അധ്വാനിപ്പവരേ, ഭാരം വഹിച്ചിടുന്നവരേ, വരുവിൻ എന്നരികെ, നിങ്ങൾ കരുളാം ആശ്വാസം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മത്തായി സുവിശേഷം 11:28 നിന്നെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എന്റെ പക്കൽ വന്നു ചേരുവിൻ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം. ഈശോ ക്ഷണിക്കുന്നു. ചേർന്ന് പാടിക്കേ. അധ്വാനിപ്പവരേ, ഭാരം വഹിച്ചിടുന്നവരേ, വരുവിൻ എന്നരികെ, നിങ്ങൾ കരുളാം ആശ്വാസം. അധ്വാനിക്കുന്നവരെ പാടാം. അധ്വാനിപ്പവരേ, ഭാരം വഹിച്ചിടുന്നവരേ, ആമേൻ. വരുവിൻ എന്നരികെ, നിങ്ങൾ കരുളാം ആശ്വാസം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ ഭാരത്തിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടാൻ യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം ഇതാ 29, 30, 31. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും നിറയപ്പെടട്ടെ. ഭാരം വഹിക്കുന്ന ഓരോ വ്യക്തിയിലും നിറയട്ടെ. വിഷമിക്കുന്ന ഓരോ അവസ്ഥയിലും നിറയട്ടെ. നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് നിറയട്ടെ, സങ്കടത്തിലേക്ക് നിറയട്ടെ, അഭിഷേകമായിട്ട് മാറട്ടെ, ഒരു പുതിയ കൃപയായിട്ട് മാറട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയിലേക്ക് നിറയട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ ഈശോ ക്ഷണിക്കുന്നു. ആശ്വാസം ഈശോ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഉള്ളിൽ കർത്താവ് പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്ന ഒരു നല്ല കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നിനക്ക് ആശ്വാസം നൽകുന്നു. വിശ്വസിക്കണം. എന്നിൽ എന്റെ കർത്താവ് പ്രവർത്തിക്കുന്നു. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഇരിക്കാം. ഈശോ വളരെ വ്യക്തമായി ഈ ശുശ്രൂഷ സമയത്ത് നിന്നെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇനിമേലിൽ നിനക്ക് അധ്വാനം ഉണ്ടാവില്ല എന്നാണോ? അല്ല. ഇനിമേലിൽ നിനക്ക് ഭാരമുണ്ടാവില്ല എന്നാണോ? അല്ല. അധ്വാനമുണ്ടാവും, ഭാരമുണ്ടാകും, പക്ഷേ നിനക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. ഈ അധ്വാനം, ഈ ഭാരം ചുമക്കുന്നതിനുള്ള ബലം നിനക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ,
ഹല്ലേലൂയാ. ഇത് വിശ്വസിച്ചോണം. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ബലം എന്ന് പറയുന്നത്. ഇത് ഈ പോട്ടാശ്രമത്തിലെ ഈ അന്തരീക്ഷത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ശുശ്രൂഷയല്ല. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലാണ് ഈ പോട്ടാശ്രമത്തിൽ നിന്ന് ഇപ്രകാരം എല്ലാ ദിവസമുള്ള ശുശ്രൂഷ ലൈവ് ടെലികാസ്റ്റിലോട്ട് മാറിയത്. പോട്ടാശ്രമത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും അവരുടെ വീടുകളിൽ ഈ ശുശ്രൂഷ ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് 10,000-ങ്ങളാണ് ഈ ശുശ്രൂഷ ഇരുന്ന് പങ്കെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നു. ആ രാജ്യത്ത് ഇപ്രകാരം ശുശ്രൂഷകൾ പബ്ലിക്കായിട്ടൊന്നും നടത്താൻ അനുവാദമില്ലാത്തൊരു രാജ്യമാണ്. അപ്പം അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന അവസരത്തിൽ അവിടെ ചെന്ന് ആ ഒരു കുടുംബത്തിലിരുന്ന് അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിലിരിക്കുന്നവരും അവിടെ ചുറ്റുവട്ടത്ത് വന്നിരുന്നവരുമായിട്ടുള്ളവർ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം, അച്ചോ, പോട്ടാശ്രമത്തിൽ നിന്ന് ഇപ്രകാരം യൂട്യൂബിലൂടെ ആ ആലയത്തിൽ നിന്നുയരുന്ന ശുശ്രൂഷ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അനുദിനം ആ ദേശത്ത് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെപ്പോലെ ഇതുപോലെ ഇവിടെ വന്നിരിക്കാനൊന്നും സൗകര്യമില്ല. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ ഞെരുക്കത്തിന്റെ നടുവിൽ അവരവരുടെ വീട്ടില് ഈ ടെലിവിഷനിലിരുന്ന് ഈ വചന ശുശ്രൂഷ, പരിശുദ്ധ കുർബാന, പരിശുദ്ധ ആരാധന, ജപമാലയെല്ലാം പങ്കെടുത്ത് അവരാശ്വാസം കിട്ടുവാണ്. അവർ പറയുക, അച്ഛാ, ഞങ്ങൾക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ, നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരല്ലേ. നിങ്ങളെക്കുറിച്ചാണ് പറയണേ, നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാണ്. നമുക്കതിനെക്കുറിച്ച് തിരിച്ചറിവില്ല, അത് വേറെ കാര്യം. നിങ്ങളെക്കുറിച്ചാണ് പറയണേ, ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലത്തെ അവസരം കിട്ടാത്ത ആളുകൾ, അച്ഛാ, ഞങ്ങളുടെ ഡ്യൂട്ടി ഷെഡ്യൂള് ഇങ്ങനെയൊക്കെ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അച്ഛാ, കൊതിയാണ് അച്ഛാ, കൊതി. എന്നാലും ഞങ്ങൾ വീട്ടിൽ ഞങ്ങളിത് ഓൺ ചെയ്ത് വെക്കും. ഞങ്ങളുടെ വീട് മുഴുവൻ വചനമാണ് അച്ഛാ, ഇതാണ് ഞങ്ങളുടെ ആശ്വാസം. എത്ര ഭാരമുണ്ടെങ്കിലും ഈ ശുശ്രൂഷ ഒന്ന് പങ്കെടുത്തു കഴിയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ലഭിക്കുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ, നല്ലൊരു കൈയടി കൊടുത്തേ. ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരണം. യെശയ്യായുടെ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 55, 55-ാം അധ്യായം 1-ാം തിരുവചനം. ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. വായിച്ചോ. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദാഹാർത്തരെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ദാഹം അനുഭവിക്കുന്ന വ്യക്തി എന്താ ചെയ്യേണ്ടത്? നാട്ടുകാരുടെ പുറകെ നടന്ന് കൈ നീട്ടിക്കൊണ്ട് എന്നെ സ്നേഹിക്ക്, എന്നെ പരിഗണിക്ക്, എന്നെ മനസ്സിലാക്ക് എന്നും പറഞ്ഞ് തെണ്ടി നടക്കാനല്ല നിന്നെ ദൈവം സൃഷ്ടിച്ചത്. മറിച്ച് നീ തമ്പുരാന്റെ മുമ്പിലേക്കാണ് കൈ നീട്ടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിടികിട്ടുന്നുണ്ടോ? ഇത് നമ്മുടെയൊക്കെ വീട്ടില് ചുറ്റുവട്ടത്ത് കൂട്ടായ്മകളിൽ നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്ക്, എന്നെ മനസ്സിലാക്ക്, എന്നെ പരിഗണിക്ക്. നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി നടക്കാനല്ലെന്ന്, മറിച്ച് തമ്പുരാൻ നിന്നെ ക്ഷണിക്കുകയാണ്. നിന്റെ ഉള്ളിലുള്ള ദാഹം, ദാഹാർത്തരെ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ, നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. അടുത്ത വചനം വായിക്കാം. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. 3-ാം വചനം ശ്രദ്ധിച്ചോ. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. വലതുകര ഉയർത്തി എന്റെ കൂടെ വചനേറ്റ് പറയോ. എന്റെ അടുക്കൽ വന്ന്, നല്ല ഒച്ചത്തിൽ പറ, എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയാണ്, എന്റെ അടുക്കൽ വരണം, എന്റെ അടുക്കൽ വരണം, എന്റെ വാക്ക് കേൾക്കണം, നിങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമ്മുടെയൊക്കെ വീട്ടില് ചിലരൊക്കെ ഇരിപ്പുണ്ടാവും, പള്ളി പോവില്ല, പ്രാർത്ഥിക്കത്തില്ല,
ധ്യാനം വേണ്ട, ഒന്നും വേണ്ട, എല്ലാം തീർന്നു എന്നും പറഞ്ഞ് അവരോട് പറയണം, ദൈവവചനം പറഞ്ഞു കൊടുക്കണം. യെശയ്യായുടെ പ്രവചനം 55:3. സാധിക്കുന്നവർ നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം പള്ളിയിൽ പോവാതെ പ്രാർത്ഥിക്കാതെ ദൈവവിചാരമില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് ബുക്കിൽ ഈ വചനം എഴുതണം. അവർക്ക് വേണ്ടി യെശയ്യായുടെ പ്രവചനം 55:3. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഈ വചനശക്തിയാൽ ഇന്ന വ്യക്തിയിൽ ദൈവമേ ഇടപെടണമേ പറഞ്ഞ് പ്രാർത്ഥിക്കും. സംഭവിക്കും, സംഭവിക്കും. യെശയ്യായുടെ പ്രവചനം 55:3 കേട്ടോ. എന്താ വചനം പറയുന്നത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ജീവിക്കും, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിക്കും, പറഞ്ഞ ജീവിക്കും, ജീവിക്കും. നമ്മളിൽ അനേകം പേർക്ക് ജീവനുണ്ടോ എന്ന് കുത്തി നോക്കണം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കല് ചിലരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ജീവിക്കുന്നു അച്ഛാ, എന്നാ ജീവിത? ജീവനുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചലനം, ചലിക്കാൻ പറ്റണം. നിനക്കതിന്റെ ബലം വേണം. ജീവൻ, 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 ജീവനുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് ചലനം. അപ്പോ ഇതെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഭാരപ്പെട്ട് എല്ലാം തീർന്നു എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ വചനം നിനക്ക് നൽകുകയാണ്. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-ഉം 38-ഉം തിരുവചനം പറഞ്ഞിട്ടില്ലേ? ബുക്ക് ഓഫ് ജോൺ, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 37 and 38. 37, 38. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. ഈശോ ഒരു കാര്യം പറയാണ്, ശബ്ദമുയർത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ നിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നീ വാ, നീ എന്റെ അടുക്കിലേക്ക് വാ, നീ എന്റെ അടുക്കിലേക്ക് വാ. ഈശോ നിന്നെ ക്ഷണിക്കുന്നു, ഈശോ നിന്നെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, ഈശോ നിന്നെ ക്ഷണിക്കുന്നു. ഈശോ നിന്നെ ക്ഷണിക്കുന്നു. നിന്റെ ദാഹം മാറ്റാൻ ഈശോ നിന്നെ ക്ഷണിക്കുന്നു. നിന്റെ പ്രശ്നത്തിന് ഉത്തരം നൽകാൻ ഈശോ ആഗ്രഹിക്കുന്നു. നിന്റെ അധ്വാനം, നിന്റെ ഭാരത്തിന് ആശ്വാസം നൽകാൻ നിന്നെ ഈശോ ക്ഷണിക്കുന്നു. ഹൃദയമല്ല, ഈശോ നിന്നെ ക്ഷണിക്കുകയാണ്. ഹീസ് ഇൻവൈറ്റിംഗ് യു. ഈശോ നിന്നെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഈ യോഹന്നാൻ ശ്ലീഹായ്ക്ക് കിട്ടിയ വെളിപാട് പുസ്തകം അവസാനിക്കുന്നത് എന്തും പറഞ്ഞുകൊണ്ടെന്നറിയോ? ഈ ഇൻവിറ്റേഷൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട ഈ ഇൻവിറ്റേഷൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ്. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായം 17-ാം തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാട് പുസ്തകം അവസാനിക്കുന്ന ഭാഗമാണ്. 17-ാം തിരുവചനം അവിടെ അവസാനിച്ചിട്ട് പിന്നെ 18 മുതൽ 22 വരെയുള്ള 3-4 വചനങ്ങൾ ഉപസംഹാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് അതിന്റെ കൺക്ലൂഷൻ പോലെ. എന്നാൽ അടിസ്ഥാനപരമായി വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് ഈ 17-ാം തിരുവചനമാണ്. ഒന്ന് വായിച്ചേ, 17-ാം തിരുവചനം എന്താണ് എഴുതിയിരിക്കുന്നത്? പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഗ്രന്ഥം, അതായത് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലിരിക്കുന്ന 73 പുസ്തകങ്ങളടങ്ങി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവസാന കുറിപ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞോണ്ട്, നീ വരിക. ജീസസ് ഈസ് ഇൻവൈറ്റിംഗ് യു. നീ വരണം. അല്ലാതെ നിന്റെ ജീവിതത്തിൽ ശാപം, വെറുപ്പ് അതല്ല. നീ വരണം, നീ എന്റെ പക്കലേക്ക് വരണം. ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളില് കർത്താവ് നിന്നെ ക്ഷണിക്കുന്നു. എന്റെ സഹോദര, സഹോദരി, നീ ഇന്നായിരിക്കുന്ന ഏത് തകർന്ന അവസ്ഥയിലും കർത്താവ് നിന്നിൽ പ്രവർത്തിക്കും.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, ഇതാ വരിക, കേൾക്കുന്നവർ പറയട്ടെ, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാ നിന്നെ ക്ഷണിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ആശ്വാസം ലഭിക്കുമെന്ന്. ആശ്വാസം ലഭിക്കും. റെസ്റ്റ്, ആശ്വാസം, കംഫർട്ട് നിനക്ക് ഈശോ നൽകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആശ്വാസം നിനക്ക് ഈ ലോകത്തുള്ള മറ്റൊരു വ്യക്തിയിൽ നിന്നോ മറ്റൊരു സാധനങ്ങളിൽ നിന്നോ ആശയങ്ങളിൽ നിന്നോ കിട്ടില്ല കേട്ടോ. അത് മനസ്സിൽ ഉറപ്പിക്കണം. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും മറ്റു വ്യക്തികളിൽ നിന്നോ ആശയങ്ങളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ നിന്റെ ഉള്ളിലുള്ള ഈ ദാഹത്തെ ശമിപ്പിക്കാൻ പറ്റില്ല. ആമേൻ, ആമേൻ. 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 പക്ഷെ നമ്മുടെ ഒരു മാനുഷിക സ്വഭാവം എന്നുള്ളത്, നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ആശ്രയത്വം കണ്ടെത്തും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറേ സമയം കോമഡി കണ്ടിട്ട്, കോമഡി ഷോ ഒക്കെ കണ്ടിട്ടാണ് കിടക്കുന്നത്. ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? അല്ലച്ചാ, അത് കണ്ടു കഴിയുമ്പോൾ ഉറക്കം കിട്ടാനാണ്. ഉറക്കം കിട്ടാൻ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയുള്ള പല പല ശൈലികളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, ഉറക്കം കിട്ടുന്നുണ്ടോ? അച്ഛാ, ഞാൻ ഇന്ന് ഇപ്പം അച്ഛൻ്റെ അടുക്ക വന്നത് അത് പറയാനാ. അത് കണ്ടിട്ടേ ഉറക്കം പോയി. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ എനിക്ക് ഉറക്കവും കിട്ടി, പക്ഷെ ഇപ്പം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ. അച്ഛാ, അത് ഞാൻ കണ്ടിട്ടും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിന് അടിമത്തമാണത്, അടിമത്തം. ഇത് ഞാനിത് പറയുമ്പോഴത്തേക്ക് കോമഡി കാണരുതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ചില കാര്യങ്ങൾ കാണുന്നു, അതിനു വേണ്ടി മാത്രം അടിമത്തം. അശ്ലീല ചിത്രങ്ങൾ കണ്ട് രാത്രി കിടക്കുന്നവര്, എന്നിട്ട് ഭാവനയിൽ അശ്ലീല ചിത്രങ്ങളും ഭാവനകളും ഇമേജ് അതിങ്ങനെ തലയിൽ കൊണ്ടു നടക്കുന്നു, ഉറങ്ങുന്നു. ശ്രദ്ധിച്ചോ, അത് അടിമത്തമാണ്, പൈശാചിക പീഡയാണ്. പ്രത്യേകിച്ച് അശ്ലീലമായ കാര്യങ്ങൾ. മൊബൈൽ ഫോണൊക്കെ എല്ലാവർക്കും ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാണാൻ ആരും ചോദിക്കാനും പറയാനും വരത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ആസ്വദിക്കാം. പക്ഷെ ഓർത്തോണം, നമ്മൾ തമാശയ്ക്കാണെങ്കിലും ജിജ്ഞാസയ്ക്കാണെങ്കിലും കാണുന്നൊരു കാര്യം അത് നിന്റെ തലയ്ക്കകത്തോട്ട് കയറിയിരിക്കും. വളരെ പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലേ? ചിലരൊക്കെ മൊബൈൽ ഗെയിം കളിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഓർത്തോണം, അത് വലിയൊരു അടിമത്തമാണ്. അടിമത്തം. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട്, ഏതെങ്കിലും ആശയങ്ങൾ കൊണ്ട്, ഏതെങ്കിലും വ്യക്തികൾ കൊണ്ട് നിനക്കൊരു സമാധാനം കിട്ടും, ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് തെറ്റ്. വചനം നിന്നെ ക്ഷണിക്കുന്നത്, നീ വാ, എന്റെ പക്കലേക്ക് വാ, എന്റെ പക്കൽ നിനക്ക് ആശ്വാസം വെച്ചിട്ടുണ്ട്. വലതുകര ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് എന്ത് കാണണ്ട എന്ന് പറയുന്നതോടൊപ്പം എന്ത് കാണണം, എന്ത് വായിക്കണം എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. രാത്രി കിടക്കുന്നതിന് മുമ്പ് വചനം വായിച്ചിട്ട് കിടക്കൂ, വചനം ധ്യാനിച്ചിട്ട് കിടക്കൂ. ആ വചനം ഒരു വിത്താണ്. ആ വിത്ത് നിന്റെ ഉള്ളിൽ ഇതിങ്ങനെ പൊട്ടി വളരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഉറക്കം കിട്ടാത്തവരൊക്കെ ഉണ്ടോ? ഏതെങ്കിലും വിഷയങ്ങൾ ഭാരപ്പെട്ടവരുണ്ടോ? ഇന്ന് മുതൽ നിങ്ങൾ ഈ തീരുമാനം എടുത്തോണം. ചില വചനങ്ങൾ എഴുതി വെക്കണം. ആ വചനങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ചിലരുടെ മെമ്മറിയിൽ അത് നിലനിൽക്കണമെന്നില്ല, സാരമില്ല, പക്ഷെ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് ആ വചനം ധ്യാനിച്ചുകൊണ്ട് കിടന്നേ. വചനം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28 അല്ലെ? നമ്മളത് വിശ്വസിക്കുന്നു, എന്നിട്ട് നമ്മളത് ഏറ്റെടുക്കുന്നു. കർത്താവേ, എൻ്റെ അധ്വാനം, എൻ്റെ ഭാരം ഞാൻ നിന്റെ പക്കൽ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടക്കൂ. മാറ്റങ്ങൾ ഉണ്ടാവും, സ്വസ്ഥത കിട്ടും. അല്ലാതെ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ട് നമ്മൾ തൃപ്തി അടയാമെന്ന് വെച്ചാൽ അതൊരിക്കലും നമുക്ക് തൃപ്തിയാവത്തില്ല. സ്വരമുയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പറയുന്ന കാര്യം വീട്ടിൽ ഉള്ള മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണേ കേട്ടോ. വീട്ടിലുള്ള മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ചില കഥാപാത്രങ്ങൾ ഉണ്ടെന്ന്, 24 മണിക്കൂർ ഇതും കുത്തിക്കൊണ്ടിരിക്കുന്ന, തോണ്ടിക്കൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ അകത്ത് ജീവിക്കുന്ന, ഏത് ആ മൊബൈൽ തിന്നോണ്ടിരിക്കുന്ന, അതാണ് ജീവിതം മുഴുവൻ അല്ലെ? അതാണ് ജീവിതം മുഴുവൻ. അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കണം, എടാ എടി, നീ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം.
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വസ്ഥത കിട്ടുകയുള്ളൂ, സമാധാനം കിട്ടുകയുള്ളൂ. സ്വർമീയത്തിപ്ര ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നത് ഈ വലിയൊരു സത്യം പറഞ്ഞോണ്ട്, നീ എൻ്റെ അടുക്കിലേക്ക് വരിക. വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിനക്ക് ആശ്വാസം കിട്ടും. എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. ജെറമിയയുടെ പ്രവചനം 6-ാം അധ്യായം 16-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 6 വേഴ്സ് 16. ജെറമിയയുടെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം. 6:16. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക. അപ്പോൾ കണ്ടോ, അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ വിശ്രാന്തി അടയുകയും. കണ്ടോ, നിങ്ങൾ വിശ്രാന്തി എന്ന് പറഞ്ഞാൽ ശാന്തത, സ്വസ്ഥത, ആശ്വാസം നിനക്ക് കിട്ടും. ആശ്വാസം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പുറപ്പാട് പുസ്തകത്തില് 33-ാം അധ്യായം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33. അവിടെ മോശയുമായിട്ടുള്ള ഒരു വലിയ നീണ്ട സംഭാഷണം ദൈവം നടത്തുകയാണ്. മോശയോട് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ മോശ വളരെ ഭാരപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവമേ, ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എൻ്റെ കൂടെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതെങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് മോശയ്ക്ക് കൊടുത്തൊരു വാഗ്ദാനം കിട്ടാൻ പോവാ. ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനം വായിച്ചോ. 33:14 നല്ല വചനമാണ്, വായിച്ചോ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. സ്വരമേറ്റി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. സാധിക്കുന്നവർ ഈ വചനം എഴുതി പഠിച്ചോണം കേട്ടോ. ഏതെങ്കിലും വിഷയത്തിൽ ഈ നാളുകളിൽ വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ്, മാനസിക സമ്മർദ്ദം, എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടോ? നല്ല വചനമാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 14. വചനം പറയുന്നു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. സ്വരമയത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോ വ്യക്തിയും ഈ വചനം ഏറ്റെടുത്തോണം. കർത്താവ് നമ്മളോട് പറയുകയാണ്, കർത്താവ് നമ്മളോട് പറയാണ്, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം തിരുവചനം. നമുക്ക് വളരെ പരിചിതമായ ഒരു വചനമാണല്ലോ. തുറന്നേ, സങ്കീർത്തനം, ബുക്ക് ഓഫ് സാം, സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം, കണ്ടോ, വിശ്രമം, റെസ്റ്റ്, ആശ്വാസം, വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. ഉന്മേഷം നൽകും. എന്ത് നൽകും? ഉന്മേഷം. ഉന്മേഷം നൽകുന്നു, ആശ്വാസം നൽകുന്നു. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. എന്റെ പക്കൽ വന്നു ചേർക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന വലിയൊരു കൃപയാണ് ഈ ഉന്മേഷം, ആശ്വാസം. ഒരു നല്ല വചനം കൂടെ ഒന്ന് വായിച്ചേ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 9, 10, 11. ഹെബ്രായ ലേഖനത്തില് ഇതാ കൃത്യമായൊരു സന്ദേശം ഉണ്ട്. നല്ല വചനാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9, 10, 11 വായിച്ചോ. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. കണ്ട സാബത്ത് വിശ്രമം വായിച്ചോ. എന്തെന്നാൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. 11-ാം വചനം. അതുപോലുള്ള അനുസരണക്കേട് മൂലം അധപ്പതിക്കാതിരിക്കുന്നതിന് നമുക്കും ആ വിശ്രമത്തിലെ പ്രവേശിക്കാൻ
ഉത്സുകരായിരിക്കാം. കണ്ടോ, ഈശോ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാണ്. വിശ്രമത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. വിശ്രമം, ആശ്വാസം, സ്വസ്ഥത നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നിനക്ക് കർത്താവ് സമ്മാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുത്തോണം കേട്ടോ. ഇന്ന് കടന്നു പോകുന്ന ഏതൊരവസ്ഥയിലാണെങ്കിലും കർത്താവ് നിന്നിൽ പ്രവർത്തിക്കും. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. യെശയ്യായുടെ പ്രവചനം 41-ാം അധ്യായം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയും ഏറ്റെടുത്തുകൊള്ളണം. നിന്റെ മേൽ കർത്താവ് ഇടപെടുകയാണ്. അത്ഭുതകരമായ ഇടപെടലാണ്. 41-ാം അധ്യായം 10-ാം തിരുവചനം. ദേ ഒച്ചത്തിലേറ്റ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ, കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എന്നെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. പൗലോസ്ലീഹായ്ക്ക് കിട്ടിയ കൃപയും കൂടെ സ്വന്തമാക്കിക്കോ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. പൗലോസ്ലീഹായ്ക്ക് കിട്ടിയ ഒരു കൃപ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായം 9-10 തിരുവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഒച്ചത്തിൽ പറഞ്ഞോ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനരായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കർത്താവേ, കർത്താവേ, ഈ വചനശക്തിയാൽ എന്നിൽ ആശ്വാസം നിറയട്ടെ, ശക്തി നിറയട്ടെ, കൃപ നിറയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ശക്തി നിറയട്ടെ. വചനത്തിൽ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ ദൈവകൃപകൾ നിറയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരിലേക്കും ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഒരു പുത്തൻ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഭാരപ്പെടുന്ന ഓരോ വ്യക്തിയുടെ മേലും, ഓരോ വ്യക്തിയുടെ മേലും, ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ കൃപ നിറയട്ടെ. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വരുവിൻ എന്നരികെ, നിങ്ങൾ കരുളാം ആശ്വാസം. ചേർത്ത് പാടിക്കേ. അധ്വാനിപ്പവരെ, ഭാരം വഹിച്ചിടുന്നവരെ, വരുവിൻ, വരുവിൻ എന്നരികെ, ആമേൻ, നിങ്ങൾ കരുളാം ആശ്വാസം. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ആമേൻ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് ഇത് ഏറ്റെടുക്കുക. ഇത് നിന്നിൽ സംഭവിക്കട്ടെ. ആമേൻ.